ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ വലയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കുറച്ച് മീൻ തൂളിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ തൂളി കിട്ടുന്നുണ്ട്. കാര്യം ഒരു വലയിൽ താങ്ങാൻ മേലാത്ത അത്രയും രീതിയിൽ തൂളി കിട്ടുകയാണ്. ആ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാം. ഈ ഇത്രയും മീൻ കിട്ടുമ്പോൾ നിങ്ങളെ കൂടെ ആ കാഴ്ചകളൊന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഈ ഒരു വലയിട്ട് കാണിച്ചു തരാം. നമുക്ക് നേരെ വലയിടാൻ പോവുകയാണ്. ഇത് വല നമ്മൾ നീട്ടിക്കൊണ്ടിരുന്നത് അപ്പടി ഉടക്കാണ്. ഇതാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഒറ്റയ്ക്ക് ഉടക്കായതും കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ വള്ളം പിടിച്ച് ഇതിൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ വലയിട്ട് അക്കരയിട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഒന്നിടെ തുഴ കൊടുക്കട്ടെ. എന്താ നിറച്ചുടക്കാണ്. പിന്നെ നമ്മൾ വലയിട്ട് നേരെ ആറിനെ ക്രോസ് ചെയ്യുക. നമ്മൾ മീനുടക്കേൻ്റെ അഴുക്കുകളെല്ലാം ഇത്. അതിപ്പോൾ എഴുന്നേറ്റ് നിന്ന് വലയിടാതെ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് വല മാടിയൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നമുക്ക് വലയിടാം. ഒരു വേണ്ടത്ത് വള്ളം പിടിക്കുകയും വലയിടുകയും ചെയ്യാം. പക്ഷെ ഇതിപ്പോൾ കുറച്ച് വല നമ്മൾ ഇട്ടായതും കൊണ്ട് അപ്പടി ഉടക്കാം. നല്ല ഒഴുക്കും നല്ല പോളവരും. ഇന്നലെ വൈകിട്ട് കിഴക്കവെള്ളമായിരുന്നു, കിഴക്കൻ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം കിഴക്ക് മഴ നിന്ന്, അതുകൊണ്ടാണ് കലക്കലങ്ങ് മാറിയത്. വലയിട്ട് നമ്മൾ ഇക്കരെ വന്നിരിക്കുകയാണ്. മഴക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ ഉടനെ മഴ പെയ്യത്തില്ല. ഇപ്പം നല്ല സൂര്യൻ ഉദിച്ചിരിക്കുക കണ്ടോ. എന്നാൽ നല്ല മഴക്കാറുമുണ്ട്. ഇപ്പം നമ്മൾ അവിടുന്ന് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നിന്ന് ഒഴുക്കി കുറച്ച് ദൂരം ഇപ്പം വന്നിരിക്കുകയാണ്. മീൻ കിടക്കുന്നുണ്ട്. ഇല്ല, ഇത് മാത്രം മീനുണ്ടെന്നൊന്നും അറിയാൻ മേല. നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ നല്ല രീതിയിൽ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അജി വല നീട്ടി പിടിച്ച തൂളി എടുത്തു കൊടുക്കുകയാണ്. കണ്ടോ, ചത്തുപോയല്ലേ. നമുക്ക് ഏതാണ്ട് വല വലിക്കാറായിരിക്കുകയാണ്. കുറച്ചുകൂടെ പോട്ടെ, പോയിട്ട് നമുക്ക് വലിക്കാം. നമ്മൾ വീഡിയോ എടുക്കുമ്പം കണ്ടവാനും ലൈറ്റിൻ്റെ വിഷയമുണ്ട്. അതുകൊണ്ട് അക്കരെ സൈഡിൽ നിന്ന് വലിക്കും. നമ്മൾ വലിക്കേണ്ട സ്ഥലമായിരിക്കുകയാണ്. ആച്ചി പോളയുണ്ട്, ഞാനാ രീതി പോളയുണ്ട്. ഇനി ഇതൊക്കെ ഒഴുകി പടിഞ്ഞാറ് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരത്തില്ല. നമ്മൾ വല വലിക്കാൻ തുടങ്ങാണ്. ഇനി ഇതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഉടക്കാണ്. ഇനി ഒരു കൈ കൊണ്ടൊന്ന് തുഴഞ്ഞ് കൈച്ചറ തന്നെ തൂളി ഉടക്കിയാണ്. തൂളിയുടെ ചാകരയാണ്. ഉടക്ക് വന്നു. അയ്യോ, വിട്ടില്ല. വലക്കകത്ത് കയറിയിരിക്കുക. തൂളി
കണ്ടാനും തൂളിയാവുന്നു. വല ഉടക്കിയിരിക്കുക. ലൈറ്റിന്റെ വിഷയം വന്ന കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ലേ, അക്കരയ്ക്കോട്ട് പോയി അത്രയും താമസം. പടിഞ്ഞാട്ട് സ്ഥലമുണ്ട്. അതാണ് വിഷയം വന്നത്. ഇന്നത്തെ കാര്യം വല ഉടക്കിയതാണ് മെയിനായിട്ടുള്ള വിഷയം വന്നത്. എന്തായാലും വല ഉടക്കിയാലും നമുക്ക് വല നിറച്ച് മീനെ ഉടക്കാതൊക്കെ വരികയായിരുന്നെങ്കിൽ. ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഈ വെള്ളം ഒറ്റയ്ക്ക് തുഴയാണ്. ഞാൻ വല വലിക്കുകയും വെള്ളം നേരെ പിടിക്കുകയും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഉണ്ണിയുടെ കൊടുത്തത്. അപ്പം അതിൻ്റെ വിഷയമുണ്ട് വീഡിയോയിൽ. ഇവിടെ ഒരു കമ്പൂടെ ലാസ്റ്റ് ഒരു തുളിയും കൂടെ ഉണ്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ചാകാതെ ഇടണം. അങ്ങോട്ട് വീട്ടിൽ ചെന്നിട്ട് കാര്യം. ഓക്കെ, നമ്മളിന്ന് വലയിട്ട് വലിച്ചിട്ട് കുറച്ചും ദൂരമായിട്ട് വന്നു പോയി. അപ്പൊ ഇത് ചാകാതിരിക്കാൻ കുറച്ച് വെള്ളം ഇതിനകത്ത് നമ്മൾ ചിരിക്കാൻ പോവുക. ചാകാതെ കിടക്കണ്ടേ. വീട്ടിൽ കടയിൽ വന്ന് ഇനി നമുക്ക് ഈ തൂളി കുറച്ച് ഊരിയെടുക്കാം. നമുക്ക് വല ഇട്ട് മീൻ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നില്ല. ഇതിപ്പം ഒരു ഓർഡർ വന്നതുകൊണ്ട് മാത്രം നമ്മൾ വല ഇട്ടതാണ്. നമുക്ക് ഈ മീൻ ഇങ്ങനെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. അവിടെ വെള്ളമുള്ളത് കൊണ്ട് മീൻ ചാകാതെ കിടക്കും. എന്നാലും കുറച്ചൊക്കെ ചത്തു പോവും. ഈ വലയെന്ന് വീഴുന്നതല്ലേ. വീഴുന്നത്ര മീൻ നമ്മൾ ചാകാതെ കൊടുക്കാനാണ്. ഉണ്ടോ, നമുക്ക് ഈ ഒരു വലയ്ക്കകത്ത് കിട്ടിയ മീനാണ് ഇത്ര. നേരത്തെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിൽ കൂടുതലായിരുന്നു. നമ്മുടെ വല ഉടക്കുകയും നമുക്ക് അവിടെ ഒരു ചെറിയ വിഷയങ്ങളും വന്നതുകൊണ്ടാണ്. അല്ല, ഇതിൽ കൂടുതൽ മീൻ കണ്ടേനെ. ഏതായാലും നമ്മൾ മീൻ ഈ വലയ്ക്കകത്താണ് ഇട്ടിരിക്കുന്നത്. ഒത്തിരി മീനുണ്ട് ഇതിനകത്ത്. കിടക്കുമ്പോൾ ചാകാതെ കിടക്കുമല്ലോ. അതാണ് നമ്മൾ നാറ്റിൽ തന്നെ കെട്ടിയിടുക. 10 മണിയാകുമ്പോഴേ ഇതിന് മേടിക്കാൻ ആള് വരത്തുള്ളൂ. ഓർഡർ വന്ന ആള്. അപ്പൊ ഇത് നമ്മളിങ്ങനെ വെള്ളത്തിൽ കെട്ടി ഇടുക. ഒരൊറ്റ മീനും ചത്തിട്ടില്ല. ഇത് ചാകാതെ തന്നെ കിടക്കും. നാട്ടിലും നമ്മുടെ മീൻ എന്ന് പറയുമ്പോൾ എല്ലാം ജീവനോടെ തന്നെ ഫ്രഷായിട്ട് തന്നെ കൊടുക്കും. ചത്ത മീൻ വരുന്നത് അപൂർവമായി ചത്ത വരത്തുള്ളൂ. നമ്മൾ മീൻ ചാകാതെ തന്നെ ജീവനോടെ കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കും. അത് ശ്രദ്ധിക്കുകയും ചെയ്യും. ഇത് കിട്ടുന്ന മീൻ നമ്മൾ പിടിച്ച് അതിനെ കൊന്നു കഴിഞ്ഞ് ചത്തു കഴിഞ്ഞ് ആൾക്കാർ മേടിക്കാനും മടിക്കും. അത് കൊണ്ടുവന്നവർ ഇഷ്ടപ്പെടുത്തുമില്ല. ഇതാകുമ്പോൾ ജീവനോടെ കൊടുക്കുമ്പം ആൾക്കാർക്ക് വലിയ താല്പര്യമാകും. അതാണ് നമ്മുടെ നമുക്ക് മീൻ കിട്ടിയാൽ ഉടനെ തന്നെ അത് ആൾക്കാർ വിളിക്കുകയും ചെയ്യും, അത് കൊണ്ടുപോവുകയും ചെയ്യും. മീൻ ഒരിക്കലും നമുക്ക് അധികം വരത്തുമില്ല, സ്റ്റോക്കും ചെയ്യത്തില്ല. ചെയ്യേണ്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഇത് ഈ സൈഡിൽ തന്നെ കെട്ടിയിടുക. ഇനി കെട്ടിയിട്ടിട്ട് നമ്മൾ നേരെ അടുത്ത വല ഇടാൻ പോവുക.
എന്തുമാത്രം തൂളി ഉണ്ടെങ്കിലും പുള്ളിക്ക് വേണം എന്നാണ്. കച്ചവടക്കാരനൊന്നുമല്ല, ആർക്കോ വീട്ടുകാർക്ക് ഇത് ഉണങ്ങാനോ മറ്റുള്ള ഏതോ കാര്യത്തിനാണ്. എന്തായാലും നമ്മൾ ഇന്ന് തൂളി പിടിക്കുക തന്നെ. പുള്ളി വരുന്നിടം വരെ, ഓർഡർ തന്ന ആൾ വരുന്നിടം വരെ നമ്മൾ വലയിടും. അപ്പോൾ എന്തുമാത്രം തൂളി കിട്ടുന്നു അത്രയും തൂളി പുള്ളി കൊണ്ടുപോകും. തൂളി തന്നെയല്ല, ഇതിനകത്ത് കുറുവായും ഉണ്ട്. ഇതൊരു ചില്ലാനാണ്. അത് നമ്മൾ വലയിലിരുന്ന അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. വലയിലിരുന്നാൽ അത് പിന്നെ നമ്മുടെ കയ്യെ കൊള്ളും. എടുത്ത് കളയട്ടെ. ഇതാ നമ്മൾ ഇങ്ങനെ കിടക്കുന്ന വലയായത് കൊണ്ടാണ് രണ്ടുപേര് തന്നെ വേണം ഇത് ഇതാന്ന് പറഞ്ഞത്. ഇനി എഴുന്നേറ്റ് നിന്ന് നമ്മൾ വല കുടഞ്ഞിട്ടാൽ വല നിവർന്ന് പോകത്തുള്ളൂ. അതിൽ നമുക്ക് അടുത്ത വല നീട്ടാൻ പോവാം. ഇനിയിപ്പോൾ അടുത്ത വല നീട്ടി കഴിഞ്ഞ് മീൻ കൊടുക്കുന്ന ആ മീൻ മേടിക്കാൻ ആൾ വരുമ്പം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീൻ മൊത്തം കാണിച്ചു തരാം. ഓക്കെ, മീൻ മേടിക്കാൻ അക്കരെ ചലി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ വള്ളത്തെ വെക്കുന്നില്ല, വല എടുത്ത് കയറി കഴിക്കട്ടെ. ഇപ്പോൾ മീൻ അഴിച്ചുകൊണ്ട് അക്കരയ്ക്ക് പോവാം. പ്രാവശ്യം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? മീൻ അടിക്കുമ്പോൾ നമുക്ക് ദേഹത്ത് മുഴുവൻ മീനായിരിക്കും. വള്ളത്തെ കയറ്റുന്ന ഒരു പാടാം. അപ്പൊ നമുക്ക് നേരെ അക്കരയ്ക്കോട്ട് ചെന്നിട്ട് അക്കരെ ചെന്നിട്ട് മീനെടുക്കാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ. നമ്മൾ നേരെ മീനുമായിട്ട് ഇക്കര വന്നിട്ടുണ്ട്. മീൻ മേടിക്കാൻ സലീം വന്നിട്ടുണ്ട്. നീ ഇതുവഴി വന്നിരുന്നായിരുന്നു, ആ ചോട്ട് പിടിച്ചേ. ഇത്ര മീനാണ് നമ്മൾ പിടിച്ചത്. ഇപ്പൊ നമ്മള് ചാക്കിനകത്തിട്ട് തന്നെ ഇത് തൂക്കുന്ന എങ്ങനെ തൂക്കാം? ചാക്കിനകത്ത് ഇട്ടിട്ട് തൂക്കാം. വലയായിട്ട് തൂക്ക് നടക്കത്തില്ല. അപ്പൊ ചാക്കിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് തൂക്കാം. അത് തൂക്കണം. ഞങ്ങൾ വീഡിയോ എടുക്കുന്നു. തൂക്കി ഇതിനകത്തോട്ട് ഇടാം. നീ ഇതിന്റെ ചുവട്ടിലും ചാക്കയിലും കൂടെ പിടിച്ചോ. ആ സൈഡിൽ പിടി. ചാക്കിന്റെ അറ്റത്ത് പിടിച്ചിട്ടുണ്ടല്ലോ. അത് വിട്ടുപോയാൽ റോഡിൽ പോയാൽ റോഡിൽ പോയാൽ ഒരു ചാക്ക് തുള്ളിയാണ്. ഇതിനകത്ത് കുറുവയുണ്ട്. കുറുവയും കിടന്നിട്ടുണ്ടോ? അതേ തൂങ്ങത്തില്ല. ഇത് നമുക്ക് തൂക്കി നോക്കാം. ഇതൊന്ന് കിട്ടാതെ തൂക്കാൻ നോക്കുക. പ്രാശി കൈ പിടിച്ച് നമുക്ക് തൂക്കാൻ ഒക്കുമോ? പൊങ്ങത്തില്ല. എനിക്ക് തന്നെ പൊങ്ങുന്നില്ല. പിന്നെ ഇടയ്ക്കിടെ എത്രയുണ്ട്? 27 കിലോ. ഇരുപത്തിയേഴ് കിലോ മീനാണ് ഇന്ന് നമ്മൾ പിടിച്ചത്. ഉടക്കൊലയിട്ട് പിടിച്ചതാണ്. അപ്പം നമ്മൾ സരിക്ക് അത് കൊടുത്തു. അപ്പം നമ്മൾ ഇന്ന് പിടിച്ച ഞങ്ങളുടെ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ
എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമൻറ്റൂടെ പറയണം. രണ്ടാമത് ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ മീൻപിടുത്തം, ഇന്നത്തെ കാഴ്ചകളും ഇതൊക്കെയാണ് ഞങ്ങളുടെ. അപ്പോൾ സരിക്കത് കൊടുത്താൽ വന്ന് ഈ വണ്ടിയുടെ നടുക്കോട്ട് എടുത്ത് വെച്ച് കൊടുക്കും, ആശാൻ കൊണ്ടുപോകും. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇത് നമുക്ക് കാണാം. ബൈ ബൈ. റെഡിയാണത്.